ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ നിങ്ങളുടെ സ്വന്തം നേഹ മാത്യു തന്നെയാണ്. പിന്നെയും നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള മൂവീസായ സലാറിൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. യെസ്, ഓൾസോ പറഞ്ഞ പോലെ ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് കുറഞ്ഞതേ ഉള്ളൂ, പക്ഷെ ദിവസങ്ങളോളം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്റ്റർബൻസ് കേൾക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. കേൾക്കുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഭയങ്കര മഴയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയിട്ടാണെങ്കിലും പുറത്തേക്കൊക്കെ ഇറങ്ങും നമ്മൾ എന്താണെങ്കിലും, പക്ഷെ എന്നാലും ഭയങ്കര മഴയാണ് കേട്ടോ. സോ പ്ലീസ് എക്സ്ക്യൂസ്. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാം. ഇന്ന് സലാർ, ദാറ്റ് ഈസ് പ്രശാന്ത് നീലിൻ്റെ മൂവിയാണ്. പ്രഭാസ് അതിനകത്ത് അഭിനയിക്കുന്നു എന്നതിനപ്പുറം നമ്മളുടെ സ്വന്തം, എനിക്ക് മലയാളി ആയതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു വികാരമാണുള്ളത്. പൃഥ്വിരാജ് അഭിനയിക്കുന്നുണ്ട്, ശ്രുതി ഹസൻ, പ്രഭാസ്, അങ്ങനെ കുറേ പേര്. പ്രശാന്ത് നീലിൻ്റെ മൂവിയാണ്, ഹൊമ്പാനി ഫിലിംസിൻ്റെ ഇടയിൽ വരുന്നതാണ്. സോ നമുക്ക് എന്തായാലും ഇതിൻ്റെ ടീസർ കാണണ്ടേ? കമോൺ, നമുക്ക് കാണാം, ഇതിൻ്റെ ടീസർ കാണാം. അപ്പം അതിൻ്റെ റിയാക്ഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് പക്ഷെ കിങ് ഓഫ് കൊത്ത ഇറങ്ങിയിട്ട് അത്ര എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എക്സൈറ്റ്മെൻറ്റ് ഇല്ല. ലിയോ ഒക്കെ ഇറങ്ങുമ്പോഴായിരിക്കും ഞാനങ്ങ് ഇതാവാൻ പോകുന്നത്. പക്ഷേ ഇത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, പക്ഷേ അത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എക്സൈറ്റ്മെൻറ്റ് ഇല്ല. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. ചിലപ്പോൾ ടീച്ചർ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കിളിയൊക്കെ പോയിരിക്കും. ഓക്കെ, KGF. Simple English. No confusion. Lion, cheetah, tiger, elephant. Very dangerous. എന്തെന്ന്? But not in Jurassic Park. Because in that park, there is a റബിൾ സ്റ്റാർ പ്രഭാസ്. ഓ ഓക്കെ, ജുറാസിക് പാർക്കിൽ എന്തോ തെലുങ്ക് കന്നഡ എല്ലാ ലാംഗ്വേജ് അറിഞ്ഞുണ്ടല്ലോ. പാട്ടും ഇൻസ്പയർ. ഓ, പൃഥ്വിരാജിൻ്റെ ലുക്ക് കണ്ടോ? പൃഥ്വിരാജിൻ്റെ ലുക്ക് കണ്ടോ നിങ്ങൾ? പൃഥ്വിരാജിൻ്റെ ലുക്ക് കണ്ടോ? ഇത് ടീച്ചറിനകത്ത് വലിയ കാര്യത്തിന് ഒത്തിരി കാണിക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു ബിറ്റ് 1 മിനിറ്റ് ഒക്കെ തന്നെയുള്ളൂ. ജസ്റ്റ് ഒരു രണ്ടൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. ആസ് യൂഷ്വൽ നമ്മുടെ ഗാങ്സ്റ്റർ പോലെ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ഇത് തന്നെയാണ്. എനിക്ക് ടീച്ചർ കണ്ടിട്ട് അങ്ങനെ എന്താ പറയുക, ഭയങ്കര അങ്ങനെ ആയിട്ടല്ല, പക്ഷെ കൊള്ളാം. ടീച്ചർ കൊള്ളാം, പക്ഷെ ഭയങ്കര അടിപൊളി എന്ന് പറയാൻ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പക്ഷെ കൊള്ളാം. പൃഥ്വിരാജിൻ്റെ ലുക്ക് ഒരു രക്ഷയില്ല. ആ ഒരു ഗെറ്റപ്പും ആ ഒരു എന്താ പറയുക, ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് പ്രഭാസിൻ്റെ ആണെങ്കിലും ആസ് യൂഷ്വൽ ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എനിക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾ ആദ്യത്തെ എൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ? ഇങ്ങനെ അതായിരുന്നു എൻ്റെ എക്സ്പ്രഷൻ. ഞാൻ അത് കണ്ടിട്ട് എന്തേ പറയണമെന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു എൻ്റെ എക്സ്പ്രഷൻ. ഇതാണ് എൻ്റെ ആക്ച്വലി ത്രൂ ഔട്ട് ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എൻ്റെ റിയാക്ഷൻ ആയിരുന്നില്ല. അതായിരുന്നു എൻ്റെ റിയാക്ഷൻ. ഇതെന്താ സംഭവം എന്നുള്ള രീതിയിലുള്ള റിയാക്ഷൻ ആയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും പോയിട്ട് ഇതിൽ ടീസർ കാണൂ. അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻപുട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും താഴെ. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഞാൻ പോയിട്ട് ടീസർ 2 പ്രാവശ്യം കൂടെ കണ്ടു. ആദ്യം കണ്ട സമയത്ത് ഫസ്റ്റത്തെ ഡയലോഗ് പറയുന്നത് ക്ലിയർ ആയിരുന്നു സംശയമുള്ളവർ ഞാൻ 2 പ്രാവശ്യം കൂടെ പോയി കണ്ടു. അപ്പോഴെനിക്ക് മനസ്സിലായത് ഇവർ എന്താണ് കറക്റ്റ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ആദ്യം ഞാൻ റിയാക്ട് ചെയ്തത് എന്താണെന്നുള്ള സംഭവത്തിൽ ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിപ്പുണ്ട്. പക്ഷേ രണ്ടാമത് പിന്നെയും പോയി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഒരു കാട്ടിൽ ഇന്ന ആനിമൽസൊക്കെ ഡേഞ്ചറസ് ആണ്, പക്ഷേ
ഇവരാരും ജുറാസിക് പാർക്കിൽ ഡേഞ്ചറസ് അല്ല, കാരണം അവിടെയുള്ള ആളാണ് ഏറ്റവും ഡേഞ്ചറസ് എന്നുള്ള രീതിയിൽ. സോ ഇവിടെ നമ്മൾ പ്രഭാസാണ് ഏറ്റവും പൊളി എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കിത് ആദ്യം കണ്ട സമയത്ത് ഇവിടെ ബോട്ടിലൊക്കെ ഉണ്ട്, ഇവിടെ ആദ്യം കണ്ട സമയത്ത് ആദ്യം പറഞ്ഞ ഡയലോഗ് എനിക്ക് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം. നിങ്ങളെല്ലാവരും പോയി ടീസർ കാണും, എൻജോയ് ചെയ്യും. ഓക്കെ, ഈ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സെപ്റ്റംബറിൽ സിനിമ ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ.